ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹു ആദരിച്ച ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ബോധനങ്ങളിൽ ഒന്നാണ്. ആ ആദരവ് മനുഷ്യർ പരസ്പരം പാലിക്കുമ്പോഴാണ് ഭൂമിയിൽ സുരക്ഷിത ജീവിതം എല്ലാ മനുഷ്യർക്കും സാധ്യമാവുക. വലഖദ് കറംന ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ വറസഖ്നാഹും മിനൽ ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ആവർത്തിച്ച് നാം ഓർമ്മിപ്പിക്കപ്പെടാറുള്ള സൂറ ഇസ്രായിൻ്റെ ഒരു ഭാഗമാണിത്. അള്ളാഹു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. ഭൂമിയിലും സമുദ്രത്തിലും അവനെ പരത്തുകയും അവന് നല്ല വിഭവങ്ങൾ നൽകുകയും അവൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാക്കുകയും ചെയ്തിരിക്കുന്നു നാം മനുഷ്യൻ. ഈ അടിസ്ഥാന ബോധനം മറന്നുപോയി കഴിഞ്ഞാൽ കഴിവും സമ്പത്തും അധികാരവുമുള്ളവർ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും തനിക്ക് ഉപയോഗപ്പെടുത്താനുള്ളവരാണെന്നും തനിക്ക് ചൂഷണം ചെയ്യാനുള്ളവരുമാണെന്നും ഒരു തോന്നൽ മനുഷ്യനുണ്ടാകും. അത്തരം ചിന്ത വഴി മനുഷ്യ ശരീരമെന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമാണ് എന്ന ഒരു മാനസിക നില മനുഷ്യനുണ്ടാകും. മനുഷ്യനെ ഒരു ഒബ്ജക്റ്റായി കണ്ടുകൊണ്ട്, വസ്തുവായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ചരക്കായി കണ്ടുകൊണ്ട്, കമ്മോഡിറ്റിയായി കണ്ടുകൊണ്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപം കൊള്ളും. മനുഷ്യനെ ഒരു കളിപ്പാട്ടം കണക്കെ കാണാനുള്ള എന്തോ ഒരു തോന്നൽ മനുഷ്യന് ഉണ്ടായിത്തീരും. ഡിസ്പോസബിൾ ഗ്ലാസുകളും പാത്രങ്ങളും ഉപയോഗിക്കുന്നത് പോലെ കഴിവും അധികാരവുമുള്ളവന് ഡിസ്പോസബിളായി ഉപയോഗിക്കാനുള്ളതാണ് മറ്റു മനുഷ്യർ എന്നുള്ള ഒരു തോന്നലുണ്ടാകും. ഇത് സംഭവിച്ചുകൂടാ നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ വലിയ പാഠങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും ഭൗതിക വിഭവങ്ങൾ അധികമായി കിട്ടിയവർ, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യനോടുള്ള ആദരവ് മറന്നു പോയി കഴിഞ്ഞാൽ ആരോടും ഉത്തരവാദിത്തമില്ലാത്തവനാണ് താൻ എന്ന ഒരു അഹന്ത അവന് വരും. അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ ഓതി വെച്ച സൂറ അലഖിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ. മനുഷ്യൻ എല്ലാ അതിരുകളും ഭേദിച്ചിരിക്കുന്നു, ധിക്കാരിയായി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യൻ. അർറഹാസ്തഗ്ന. എന്തുകൊണ്ടാണ്? അവൻ വിചാരിക്കുന്നു തനിക്ക് താൻ പോന്നവനാണ് എന്ന്. ഈ വിഭവങ്ങൾ, ഈ സമ്പത്ത്, ഈ പദവി, പണം, അധികാരം, ഇതെല്ലാം തന്നെ സ്വയം പോന്നവനാക്കി മാറ്റി എന്നവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, എന്നവൻ ധരിച്ചിരിക്കുന്നു. അള്ള പറയുകയാണ് എന്നിട്ട്, ഇന്ന ഇലാ റബ്ബിക റുജാൻ. പക്ഷേ നിൻ്റെ മടക്കം നിൻ്റെ നാഥനേക്കാണ് എന്ന് നീ ഓർക്കണം. അതിനാൽ ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. മനുഷ്യർക്ക് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നത് പോലെ ദുനിയാവിലെ ജീവിതം സ്വാഭാവികതയിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി മനുഷ്യരെ അള്ളാഹു പല ലെവലുകളായി തിരിച്ചിട്ടുണ്ട്. സമ്പത്തിൻ്റെ കാര്യത്തിൽ, അധികാരത്തിൻ്റെ, പദവിയുടെ, ലിംഗത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഭിന്നനാണ്. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് ദുർബലരെ പീഡിപ്പിക്കാനുള്ള, ദുർബലരെ ചൂഷണം ചെയ്യാനും അരികുവൽക്കരിക്കാനുമുള്ള കാരണമായിക്കൂടാ. ഇസ്ലാമിൻ്റെ ആരാധനാപരമായ കാര്യങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് അവയുടെ വിശദാംശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നാം കാണുന്നതിന് മുമ്പ് അവതീർണമായ മക്കൻ സൂറകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റും. കാരണം ലോകത്ത് ഒരു പ്രത്യേക ഒരു സിസ്റ്റവും ഇല്ലാതിരുന്ന സമൂഹത്തിലേക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനാകുന്നത്. അതിനാൽ ഈ ഒരു ഇല്ലാത്തവൻ്റെ അരികുവൽക്കരണം സംഭവിച്ചുകൂടാ എന്ന് അള്ളാഹു തുടക്കം മുതലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമായി നമുക്ക് നൽകുന്നു. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കുന്ന ചൂഷണത്തിൻ്റെതായ വഴിയല്ലെന്നും പകരം നിങ്ങളുടെ സാമൂഹ്യമായ ഔന്നത്യങ്ങൾ കുറേയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരൽപ്പം ദുർഘടമായിക്കൊണ്ട് തന്നെ നിങ്ങൾ താണ്ടേണ്ടുന്ന പാതയാണ് എന്നും പറഞ്ഞുകൊണ്ട്
അള്ളാഹു പറയുന്നുണ്ട് സൂറ ബലദിൽ. എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ താണ്ടേണ്ടുന്ന ആ പാത? ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ ഔ മിസ്കീനൻ ദാ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മഖറബ. അത് അടിമയെ മോചിപ്പിക്കുക. അടിമ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ലോവർ സ്ട്രാറ്റയിൽ വരുന്ന ഒരാളാണ്, അയാളെ മോചിപ്പിക്കുക. പട്ടിണിയുടെ വറുതിയുടെ നാളുകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. നിങ്ങളുടെ ബന്ധുവായിരിക്കുന്ന അനാഥയെ അയാളുടെ സ്വത്ത് പിടിച്ചടക്കാമെന്ന് തീരുമാനിക്കുന്നതിന് പകരം അയാളെ നിങ്ങൾ പരിരക്ഷിക്കുക. ദാരിദ്ര്യം അനുഭവിക്കുന്ന മിസ്കീനെ നിങ്ങൾ പരിഗണിക്കുക. മറ്റൊരിടത്ത് മക്കൻ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ സൂറത്തുൽ ളുഹായിൽ നമുക്ക് കാണാം, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതിനാൽ അനാഥയെ നീ അടിച്ചമർത്തരുത്. വഅമ്മസ് സായില ഫലാ തൻഹർ, നിന്നോട് ചോദിച്ചു വരുന്ന ആളുകളെ നീ ഭയപ്പെടുത്തി വിരട്ടി വിടുകയും അരുത്. സൂറ തക്വീർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ. അന്ത്യനാളിൻ്റെ രൗദ്രഭാവങ്ങൾ എന്ത് എന്നത് വിശദീകരിക്കുന്നു. സൂര്യൻ ചുരുട്ടപ്പെടുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു, പർവ്വതങ്ങൾ അവയുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ അറ്റുപോയി അവ നടക്കാൻ തുടങ്ങുന്നു, ചലിക്കാൻ തുടങ്ങുന്നു, സമുദ്രത്തിന് തീപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭയാനതകൾ വിവരിക്കുന്നിടത്ത്, ആ ദിവസത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ചോദിക്കുന്നു, വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അന്ന് ആ ആയത്തുകളിൽ പറയുന്നുണ്ട്, പൂർണ്ണ ഗർഭിണിയായ പെണ്ണൊട്ടകങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. കാരണം സമ്പത്തിൻ്റെ വലിയൊരു അടിസ്ഥാനമാണ്. നിങ്ങൾ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്തിനാൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിൻ്റെ വലിയൊരു സൂചകമാണല്ലോ ഗർഭിണിയായ പെണ്ണൊട്ടകം. പ്രസവമെടുത്ത ആ ഒട്ടകം പോലും അവഗണിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്, അന്നേ ദിവസം ദുർബലയായ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും, നീ എന്ത് കുറ്റത്തിനാണ് നീ കൊല്ലപ്പെട്ടത്? മദ്രസാ ക്ലാസ്സുകളിൽ അമ്മ ജുസ് പഠിക്കുന്ന സമയത്ത് ഈ ആയത്ത് കേൾക്കുമ്പോൾ നാം വിചാരിക്കുന്നു അത് 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ അപമാനമായി കണ്ട പെൺകുട്ടിയുടെ ജനനത്തിന് പരിഹാരമായി അവളെ കുഴിച്ചു മൂടിയ കാട്ടറബികളോടാണ് ആ ചോദ്യം എന്നാണ് നാം വിചാരിക്കുന്നത്. അല്ല, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകാവസാനം വരേക്കുള്ള സന്ദേശമാണ്. അതിനാൽ 2020-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ കിഴക്കൻ യൂറോപ്പിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നും സമൂഹത്തിലെ സ്വാധീനമുള്ള ആളുകളുടെ ആർത്തിക്കും അവരുടെ ദേഹേച്ഛയ്ക്കും വേണ്ടി ബലിയാടാക്കപ്പെട്ട പാവപ്പെട്ട നിസ്സഹായരായ കുട്ടികൾ, ആ കുട്ടികളോടുകൂടിയുള്ളതാണ് ഈ ചോദ്യം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ ആവശ്യമില്ലാത്ത വിധം, വിശദാംശങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഞെട്ടലുണ്ടാക്കുന്ന വിധം, മറപ്പുളവാക്കുന്ന വിധമുള്ള സംവിധാനങ്ങൾ നടക്കുന്നു. ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും തമ്മാടികളായ കുറച്ചാളുകൾ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു എന്നിടത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വരാൻ തയ്യാറുള്ള മുഴുവൻ തമ്മാടികളെയും ഒന്നിച്ച് ക്ഷണിച്ചുകൊണ്ട് ദുർബലരായ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ ലോകത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്. വിശുദ്ധ ഖുർആനിലേക്കും തിരുനബിയുടെ പാഠങ്ങളിലേക്കും ആവർത്തിച്ച് നാം തിരിയേണ്ടുന്ന സന്ദർഭമാണിത്. ലോകത്തിൻ്റെ ക്രമത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ലോകം എങ്ങനെ നശിക്കും, എങ്ങനെയാണ് ലോകത്ത് നാശങ്ങളുണ്ടാവുക, ജനതകൾ എങ്ങനെയാണ് നശിച്ചു പോവുക എന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറ ഇസ്രായിലെ 16-ാമത്തെ ആയത്തിൽ, വൈദ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറ. ഒരു നാടിനെ, ഒരു ജനതയെ നാം നശിപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവയിലെ സുഖലോലുപന്മാരോട് നാം കൽപ്പിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ വേണ്ടി അവരോട് നാം പറയും. ഫഫസഖൂ ഫീഹാ, അവർ താന്തോന്നിത്തങ്ങൾ നടത്തിക്കൊണ്ട് അവരിങ്ങനെ മുന്നേറും. കാരണം അവർ വിചാരിക്കും ഇതൊന്നും ആരും പിടിക്കാൻ പോകുന്നതല്ലല്ലോ. കാരണം ലോകത്തിൻ്റെ അധികാരങ്ങൾ മുഴുവൻ തങ്ങളുടെ കയ്യിലാണല്ലോ. ലോകത്തെ വ്യത്യസ്ത ഖണ്ഡങ്ങളായി മുറിച്ച് അത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടിയാണല്ലോ. ഇതിനപ്പുറത്ത് എന്ത് സംഭവിക്കാൻ? പക്ഷേ അള്ളാഹുവിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. ആ പറയുന്നതിനർത്ഥം ക്രിമിനലുകളെല്ലാം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കപ്പെടും എന്നല്ല. കാരണം ജീവിതം ഇവിടെ അവസാനിക്കുന്ന ഒന്നല്ല. പക്ഷേ ചില സൂചനകളാണ് നമ്മെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ നോക്കിക്കാണുന്നതിൽ
വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ലോക കാഴ്ചപ്പാടാണ് ആത്യന്തികമായി സത്യമായി പുലരുക എന്നുള്ള ബോധം നമുക്കുണ്ടാകാൻ വേണ്ടി ആരും അറിയാതെ തങ്ങളുടെ സമ്പത്തും അധികാരവും ഉപയോഗിച്ച് രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, സഹത്ത അലൈഹൽ ഖൗലു ഫദമ്മർനഹ തദ്മീറ. അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള നമ്മുടെ വാക്ക് അവരുടെ മേൽ സ്ഥിരപ്പെടും. അങ്ങനെ അവർ നിശേഷം തകർക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ പറയുന്നു, ഫൈദാ ളുയിഅത്തിൽ അമാനത്തു ഫൻതുളിരി സാഅ. എപ്പോൾ വിശ്വാസ്യത ഇല്ലാതാകുന്നുവോ, സമൂഹത്തിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലാതാകുന്നുവോ, ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുവോ, ആ സമയത്ത് നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. കേട്ട സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, കൈഫ ഇളാഅത്തുഹ, എങ്ങനെയാണ് വിശ്വാസം ഇല്ലാതാവുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുക? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതളിരി സാഅ. കാര്യങ്ങളുടെ ഉത്തരവാദിത്തം, കാര്യങ്ങളുടെ അധികാരം അർഹതപ്പെട്ടവരല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നൊരു സമയത്ത് നീ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാൽ അന്ത്യനാളായിരിക്കുന്നു, ഇനി നമ്മൾക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച് പ്രതികരണമില്ലാതെ, പ്രത്യേകിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാതെ ഇരിക്കുക എന്നുള്ളതാണോ മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തം എന്ന് നാം ആലോചിക്കുക. ഏത് ജീവിത സന്ദർഭങ്ങളെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ വെളിച്ചത്തിൽ, ആ കിതാബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 കൊല്ലം കൊണ്ട് കാണിച്ചു തന്ന മാതൃകയുടെ വെളിച്ചത്തിൽ നോക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നാം. പലപ്പോഴും 6-ാം നൂറ്റാണ്ടിൻ്റെതാണ് ദീൻ എന്നാണ് എതിരാളികളായ ആളുകൾ പറയാറുള്ളത്. ഇസ്ലാമിൻ്റെ പേരിൽ അവർ ആക്ഷേപിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ 9 വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലത്തെ സാമൂഹ്യ സാഹചര്യമനുസരിച്ച് വിവാഹം ചെയ്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അശ്ലീലോക്തികൾ ലോകത്ത് വ്യാപകമായി ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ആളുകൾ, കാലം മാറിയിരിക്കുന്നു, സ്ത്രീകൾ സ്വതന്ത്രരായിരിക്കുന്നു, അവർക്ക് അവകാശമുണ്ട്, അവരെ ചാക്കിൻ കെട്ടിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ 8, 9, 10, 11 വയസ്സുള്ള ചെറിയ കുട്ടികളെ ഏതോ ഒരു സന്ദർഭത്തിൽ മനുഷ്യനെന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും സംഭവിച്ചു പോവുകയല്ല. കഥയുടെ വിശദാംശങ്ങൾ പറയേണ്ടുന്ന ഒരു വേദിയല്ല മിമ്പർ എന്ന് പറയുന്നത്. പക്ഷെ അതിലെ ക്രൂരതയുടെ ആഴമെന്ന് പറയുന്നത്, എനിക്ക് മാത്തമാറ്റിക്സിൽ ഒരൽപ്പം ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞ് ട്യൂഷന് വേണ്ടി ഒരാളെ സമീപിക്കുമ്പോൾ, നിനക്ക് ട്യൂഷന് ഇങ്ങോട്ട് പൈസ തരേണ്ടതിന് പകരം ഞാൻ അങ്ങോട്ട് തരാം പൈസ എന്ന് പറഞ്ഞ് $250-300 കൊടുക്കുകയും അതിനുശേഷം ആ കുട്ടിക്കറിയാത്ത രീതിയിൽ കുട്ടിയെ പീഡിപ്പിക്കുകയും അങ്ങനെ പൈസ കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ, നീ ഇതുപോലെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് ഇനിയും ഞാൻ പണം തരാമെന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള വൃത്തികേട് എന്നോ മൃഗീയത എന്നോ വാക്കുകൾ ഭാഷയിൽ യഥാർത്ഥത്തിൽ അതിനില്ല. അത്തരം കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ, ഇവർ സയനിസത്തിൻ്റെ മറവിൽ, ഇവർ ഇസ്ലാം വിരുദ്ധതയുടെ മറവിൽ, ഇവർ ഫാസിസത്തിൻ്റെ മറവിൽ നമ്മുടെ നാടുകളിലടക്കമുള്ള ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളുടെ ഭാഗമായ ഒരു വലിയ നെറ്റ്വർക്ക് ഇതിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോഴാണ് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, അള്ളാഹു മനുഷ്യന് കൊണ്ടുവന്ന വൃത്തിയുള്ള ജീവിതത്തിൻ്റെ ക്രമത്തിനു നേരെയും അവരുടെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടത്. അതിനാൽ അള്ളാഹുവിൻ്റെ കിതാബിലേക്കും പ്രവാചകൻ്റെ ചര്യയിലേക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിസരത്തേക്കും അഭിമാനപൂർവ്വം മടങ്ങേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കവറിങ്ങുകൾ, ഒരുപാട് സുരക്ഷാ കവചങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കവചമാണ്, അള്ളാഹുവാണ്. ഒരു വിശ്വാസി എത്ര ദുർബലനായ വിശ്വാസിയോ എത്ര പാപം ചെയ്യുന്നവനോ ആയിക്കോട്ടെ, പക്ഷേ അള്ളാഹുവിങ്കലേക്ക് മടങ്ങാനുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ശുദ്ധപ്രകൃതിയിൽ, അവൻ്റെ ഫിത്രത്തിൽ സ്വാഭാവികമായും ഉള്ളത് ഇടയ്ക്കിടയ്ക്കിങ്ങനെ തികട്ടി വരും. അതിനാൽ ഒരു പരിധി വിട്ട് പോകാൻ കഴിയില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവൻ്റെ വിശ്വാസം അവനെ വേട്ടയാടും. ഈ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസമായി മാത്രമല്ല, ഒരു ശരീഅത്തുണ്ട് നമുക്ക്. ഈ വിശ്വാസം, അതിൻ്റെ സ്ട്രക്ചർ, ഘടന,
ശരിയായ രീതിയിൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ 5 നേരം അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എവിടെ നിന്നാണ് ഞാൻ വന്നത്, എവിടേക്കാണ് പോകേണ്ടത്, അതിനിടയിലുള്ള എൻ്റെ ജീവിതം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായ ധാരണ പ്രതിജ്ഞയായി പടച്ചവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനങ്ങനെ ശരീഅത്തിൻ്റെ ഒരു ഘടന. അതുമാത്രം പോരല്ലോ, നമ്മളെല്ലാവരും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമല്ലോ എന്ന് ആലോചിച്ച് മാത്രമല്ല. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തെ കൂടി നമ്മൾ ഭയപ്പെടുന്നുണ്ട്, മറ്റുള്ളവർ കാണുന്നതിന് നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ആ പ്രകൃതവും അള്ളാഹു നമ്മിലുണ്ടാക്കിയതാണ്, മോശമായ ഒരു കാര്യമായി നമ്മെ കാണേണ്ടതില്ല. അതിനാൽ സാമൂഹ്യമായ ചില ഘടനകൾ ഉണ്ടാക്കി. അതിനവൻ ദൃഷ്ടാന്തമെന്ന് പറഞ്ഞു. കുടുംബമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ സൗന്ദര്യമാർന്ന ഒരു ഘടന അവൻ നമുക്ക് മാനുഷിക ബന്ധങ്ങളുടെ ഇഴയെടുപ്പത്തിനായി, അത് ഊട്ടിയുറപ്പിക്കുന്നതിനായി അവൻ സൃഷ്ടിച്ചു. പക്ഷെ പിശാച് മനസ്സിലാക്കി ഇത്തരം ചില ആവരണങ്ങൾ മുസ്ലിം സമൂഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനാൽ അങ്ങോട്ട് ഒരു എൻട്രി അത്ര എളുപ്പത്തിൽ പോസിബിളല്ല എന്ന് പിശാച് മനസ്സിലാക്കി. അതിനാൽ നമ്മൾ ആദരിക്കുന്ന കാര്യങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് നിരന്തരമായ അശ്ലീലങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കുടുംബമെന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം വലിയൊരു പ്രശ്നമാണ് എന്നൊരു തോന്നൽ നിരന്തരമായി ഉണ്ടാക്കി. അതിനാൽ എൻ്റെ ശരീരം എൻ്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്, നമ്മുടെ ശരീരം നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ആ ശരീരവും കൊണ്ട് അള്ളാഹുവിങ്കൽ ചെന്ന് ഒറ്റയ്ക്കുത്തരം പറയേണ്ടവർ നമ്മൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ആ ശരീരം എനിക്ക് തന്നവൻ നിശ്ചയിച്ച പ്രകാരം മാത്രമേ നടത്താൻ എന്നെ സംബന്ധിച്ച് എനിക്ക് മാർഗമുള്ളൂ, പഴുതുള്ളൂ. അതിനാൽ പിശാച് വരികയാണ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം, അതിനാൽ ഞാൻ എനിക്കിഷ്ടം പോലെ ചെയ്യും. കുടുംബമെന്ന് പറയുന്നത് വലിയ വലിയ ബാധ്യതകളായി വരും. അങ്ങനെ മാധ്യമങ്ങളുടെ ആളുകൾ, അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആളുകൾ കുടുംബമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ചൊല്ലി നിരന്തരമായി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നിൽ കൂടുതൽ മനുഷ്യരുള്ള ഏത് സംവിധാനങ്ങളും എന്നതുപോലെ കുടുംബത്തിലും സ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ കുടുംബം ആരംഭിക്കുന്നത് അള്ളാഹുവിനെ ആധാരമാക്കി എന്നതിനാൽ ആ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ മനുഷ്യന് കഴിയുമെന്നുള്ള അത്ഭുതം ആദം നബിയുടെ കാലം മുതൽ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യർ. അതിനാൽ നമ്മുടെ ചെറുപ്പക്കാരികൾ കുടുംബമെന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത്, അതിലുള്ള ശാരീരിക ബന്ധമെന്ന് പറയുന്നത് ഒരു ബാധ്യതയായും അടിമത്തമായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനാൽ നമുക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ കുടുംബബന്ധമെന്ന് പറയുന്ന നമ്മുടെ സുരക്ഷിത കവചത്തെ ശരിയായ രീതിയിൽ ശക്തിമത്തായി നിർത്തുക എന്നുള്ളതാണ്. അത് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കുടുംബബന്ധങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ 22 or 25 വയസ്സായി വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്ന സമയത്ത്, വിവാഹം ബാധ്യതയാണ് എന്ന് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും കൗൺസിലറെ വെച്ച് പരിഹരിക്കേണ്ടതല്ല മുസ്ലിം കുടുംബത്തിലെ കുടുംബജീവിതത്തെ സംബന്ധിച്ച ബോധങ്ങളും എന്നുള്ളത് നമ്മൾ അറിയണം. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം പരിവർത്തിപ്പിക്കപ്പെടുക. ചെറുപ്പക്കാരായ ആളുകളും മനസ്സിലാക്കണം, നിയന്ത്രണങ്ങളെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ്. ഫാഷൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ രീതിയായിക്കൂട. ഇസ്ലാം മനുഷ്യൻ്റെ ആദരവ് സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ നിയന്ത്രണം ഇസ്ലാം പറഞ്ഞത്. മുതിർന്ന ആളുകളും ചെറിയ കുട്ടികളും തമ്മിലുള്ള പെരുമാറ്റത്തിൽ പോലും അദബുകൾ പാലിക്കണമെന്നുള്ള ഇസ്ലാമിൻ്റെ പാഠമുണ്ടായത് ബന്ധങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന്. ഈ ഫാഷൻ ആര് വന്നു വരുന്നതാണ്? മനുഷ്യനെ മനുഷ്യനായി ആദരിക്കാൻ കഴിയാത്ത, കുട്ടികളെ കുട്ടികളായി കാണാൻ കഴിയാത്ത ആളുകൾ കൊണ്ടുവരുന്നത് ഫാഷൻ എന്നുള്ള പേരിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇൻഡീസൻസിയെ നമ്മൾ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായി നമ്മൾക്ക് പാലിക്കാനുള്ള പ്രതിരോധങ്ങളിലൊന്ന്, ഞാൻ എൻ്റെ ശരീരം വെച്ച് അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്ന, അതിനെ കേവലം വസ്തുവും ചരക്കുമായി കാണുന്ന, കമ്മോഡിറ്റിയായി കാണുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വകവെച്ച് കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എനിക്ക് ഉത്തരവാദിത്തമുള്ള എൻ്റെ ഇണയുടെ ജീവിതത്തിൽ, ഇണകളുടെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത്തരം ഒബ്ജക്റ്റിഫിക്കേഷൻ നടന്നുകൂടാ. അതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇസ്ലാം സ്ത്രീകളോട്
വേഷവിധാനത്തിന് കൽപ്പിച്ചു, പുരുഷന്മാരോട് വേഷവിധാനത്തിന് കൽപ്പിച്ചു. സ്ത്രീകളുടെ ശാരീരികമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് സവിശേഷമായ ചില നിർദ്ദേശങ്ങൾ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതിനെ മോശം എന്നാണ് പറയുന്നത്. അല്ല, സ്ത്രീകളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട്, അവരുടെ സവിശേഷതകൾ വെച്ചുകൊണ്ട് അവരെ ആദരിക്കണം. കാരണം പുരുഷ കാഴ്ചകളുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കുന്ന ഇവർക്ക് സുരക്ഷിതരായി നടക്കാൻ കഴിയണമെങ്കിൽ, ഞാൻ ആദരിച്ച മനുഷ്യ സ്ത്രീയെ ആദരവോടുകൂടി മറ്റുള്ള ആളുകൾ നോക്കുന്ന അവസ്ഥയുണ്ടാകണമെങ്കിൽ, എല്ലാവരും മോശമായ കണ്ണുകളോടുകൂടി, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന്. പക്ഷേ ദൃഷ്ടികൾ പടച്ച അല്ലാഹുവിനറിയാം ദൃഷ്ടികളുടെ താഴ്ച എന്ന് പറയുന്നത് എത്രത്തോളം സംഭവിക്കും. അതിനാൽ ഈ ഭാഗത്തു കൂടി ഒരൽപ്പം നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. പ്രത്യേകിച്ചും സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസത്തിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ധാരാളമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം വേഷവിധാനങ്ങളിലും മറ്റുമുള്ള സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടത്. അതൊരു മോശമായി കാണേണ്ടുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ശരീരം വെച്ച് നമ്മൾ അറിയാതെ പോലും മറ്റുള്ളവൻ മുതലെടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൂടാ. കാരണം അള്ളാഹു ആദരിച്ച ആത്മാഭിമാനമുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ എന്നൊരു ബോധം സ്ത്രീകളിൽ സന്നിവേശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് വലിയ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, എനിക്കെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, വസ്തുവൽക്കരണം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പോലും സംഭവിക്കുന്നു. കുട്ടികൾക്ക് വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചെറിയ കുട്ടിയാണല്ലോ. പക്ഷെ ആ വസ്ത്രമുണ്ടാക്കുന്ന ഒരു സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് എന്നുള്ളത് കൂടി മുതിർന്ന ആളുകൾ, രക്ഷിതാക്കൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം രാക്ഷസന്മാരുടെ ഇടയിൽ കൂടിയാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, പോകുന്നത് എന്നറിയണം. അതിനാൽ ഷറയിൻ്റെ 7 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ് പ്രായപൂർത്തി എന്നുള്ള ആ കണക്കുകൾക്കപ്പുറത്ത് ഞാനിങ്ങനെ മനുഷ്യ ശരീരത്തെ വസ്തുവൽക്കരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ ഭാഗമാകേണ്ടവനാണോ എൻ്റെ കുട്ടി, ആകേണ്ടവളാണോ എൻ്റെ കുട്ടി എന്നുള്ളത് ആലോചിക്കണം. വീടുകളിൽ പരിപാടികൾ നടത്തുമ്പോൾ, സ്ഥാപനം നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ പരിപാടികൾ നടത്തുമ്പോൾ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ കുട്ടി എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ പരിപാടികളിൽ, വീടുകളിൽ, സ്ഥാപനങ്ങളിലൊക്കെ കാണുന്ന പരിപാടികളിൽ കാണുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ ഞാൻ ഈ പറഞ്ഞ വസ്തുവൽക്കരണത്തെ സഹായിക്കുന്ന രീതിയിലാണ്. അതിനാൽ സ്ഥാപനങ്ങളുടെ പരിപാടികളാവട്ടെ, വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങളോ അതോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളോ ആവട്ടെ, ഇത്തരം ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഫാഷൻ്റെ ഇൻഡസ്ട്രി, മേക്കപ്പിൻ്റെ ഇൻഡസ്ട്രി ഒക്കെ വലിയ വലിയ ഇൻഡസ്ട്രികളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു മുസ്ലിമിന് പോകാവുന്ന അതിരുകൾ ഏത് എന്ന് ആലോചിച്ചു കൊണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പോഴെല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറയുന്ന മാതിരി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അപകടങ്ങളിൽ പോയി ചാടും നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ ഏതോ സ്ഥലത്ത് പോയി കുടുങ്ങിപ്പോയ ചെറിയ കുട്ടികളെ ചൊല്ലി നമ്മൾ വിഷമിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ മാത്രം കഥയല്ല. നമ്മുടെ മാളുകളിൽ, നമ്മുടെ മാർക്കറ്റുകളിൽ, നമ്മുടെ റോഡുകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കൺമുന്നിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ പ്രായത്തിലും പ്ലസ് ടുവിനുമൊക്കെ ഡിഗ്രിക്കുമൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഏതോ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. പലരെയും കാണുമ്പോൾ എൻ്റെ മോനെവിടെ, എൻ്റെ മോളെവിടെ എന്നൊരാലോചന വരുന്നുണ്ടല്ലോ നമുക്ക്. ഇത് നമ്മളെപ്പോലെ ഏതോ രക്ഷിതാക്കളുടെ മക്കളാണ് ഇങ്ങനെയും വരുന്നത് എന്നത് സംബന്ധിച്ച ധാരണയുണ്ടാവണം. ചെറുപ്പക്കാരായ കുട്ടികളായ ഹൈസ്കൂൾ പ്രായം മുതലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ മുതിർന്നവരായ ആളുകൾ കാര്യങ്ങളൊന്നും തിരിയാത്ത വിഡ്ഢികളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ ധരിച്ചു പോകും. മുതിർന്നവരായ ആളുകൾക്ക് വൈവാഹിക ജീവിതവും കുടുംബജീവിതവും നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദൃശ്യവും നൽകുന്ന വിവരങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നോർമലായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനാൽ സാധാരണ ഫ്രണ്ട്ഷിപ്പ് ഏത്, അതിരുകൾ ലംഘിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഏത് എന്ന് തിരിച്ചറിയാനുള്ള മുതിർന്നവരാണ് നിങ്ങൾക്കിടയിലൂടെ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന കോമൺ സെൻസ് കൂടി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ അവൻ്റെ നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ അവൻ സവിശേഷമായി സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അവൻ മാതൃകയാക്കി മാറ്റുമാറാകട്ടെ.